ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിലെത്തിയ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് വരികയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിന് മുൻപ് പമ്പയിലെത്തി. പമ്പയിൽ വെച്ച് കെട്ട് നിറച്ച് സന്നിധാനത്തേക്ക് പോവുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാവിലെ പ്രമാടത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഷ്ട്രപതി അവിടെ നിന്ന് റോഡ് മാർഗമാണ് പമ്പയിൽ എത്തിയത്. ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ സമയമെടുത്തു പമ്പയിൽ എത്താൻ. നേരത്തെ നിലയ്ക്കലിൽ എത്തുവാനായിരുന്നു ഹെലികോപ്റ്ററിൽ തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് പത്തനംതിട്ടയിലെ പ്രമാടത്തേക്ക് യാത്ര മാറ്റിയത്. പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറങ്ങി 68 കിലോമീറ്ററോളം ദൂരം കാറിൽ സഞ്ചരിച്ച് പമ്പയിലെത്തി. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ട് നിറച്ച് ഇപ്പോൾ സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോവുകയാണ്. ഏകദേശം 11:50 രാഷ്ട്രപതി സന്നിധാനത്തെത്തും. സന്നിധാനത്ത് പൂർണ്ണ കുംഭം നൽകി തന്ത്രി രാഷ്ട്രപതിയെ സ്വീകരിക്കും. അവിടെ ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് സമയം രാഷ്ട്രപതി സന്നിധാനത്ത് ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും മടക്കയാത്ര. ശശിനാരായണൻ ചേരുകയാണ്. ശശി, എന്താണ് പമ്പയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ജുഷ, അല്പസമയം മുമ്പാണ് ഇപ്പോൾ രാഷ്ട്രപതി കെട്ട് നിറച്ച ശേഷം പമ്പ ഗണപതി കോവിലിൽ നിന്ന് കെട്ട് നിറച്ച ശേഷം സന്നിധാനത്തേക്ക് വാഹനത്തിൽ കയറി പുറപ്പെടുകയാണ്. എന്തായാലും നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ സമയക്രമം കൃത്യമായി പാലിച്ചാണ് രാഷ്ട്രപതിയുടെ യാത്ര. എന്തായാലും ആദ്യം പമ്പയിൽ വന്ന വാഹനത്തിൽ വന്നതിന് ശേഷം അവിടെ പമ്പയിൽ ത്രിവേണിയിൽ സ്നാനം ചെയ്തതിനു ശേഷം, അതായത് ശുചീകരണമൊക്കെ നടത്തിയതിനു ശേഷം, പ്രത്യേക ജലസേന വകുപ്പാണുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം പമ്പ ഗണപതി കോവിൽ വന്നു. പമ്പ ഗണപതി കോവിലിൽ നിന്നും ഇപ്പോൾ കെട്ട് നിറച്ച് പ്രത്യേക വാഹനത്തിൽ, അത് ഗൂർഖ വാഹനത്തിൽ ദേവസ്വം ബോർഡ് ക്രമീകരിച്ചുള്ള വാഹനമാണ്. ആ വാഹനത്തിൽ മറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഇപ്പോൾ സന്നിധാനത്തേക്ക് തിരിക്കുകയാണ്. സന്നിധാനത്ത് 11:50 എത്തിച്ചേരും. അതിനു മുമ്പ് തന്നെ എത്താനാണ് സാധ്യത. ഏതായാലും രാഷ്ട്രപതി വാഹനത്തിൽ കയറി നേരെ സന്നിധാനത്തേക്ക് എത്തുകയാണ്. അവിടെ മേൽശാന്തി പൂർണ്ണ തന്ത്രിയും മേൽശാന്തിയും പൂർണ്ണ കുംഭം നൽകി രാഷ്ട്രപതിയെ സ്വീകരിക്കും. അതിനുശേഷം ദർശനം നടത്തി ഉച്ചപൂജ ആണ് ഉള്ളത്. ഉച്ചപൂജ ദർശനം നടത്തിയതിനു ശേഷമായിരിക്കും ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷമായിരിക്കും തിരികെ മടക്കയാത്ര ഉണ്ടാകുക. എന്തായാലും ഇപ്പം പമ്പയിൽ നിന്നും രാഷ്ട്രപതി സന്നിധാനത്തേക്ക് തിരിക്കുകയാണ്, കെട്ട് നിറച്ച് തിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വാഹനവ്യൂഹം സന്നിധാനത്ത് എത്തിച്ചേരും. 11:50 സന്നിധാനത്ത് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് മുമ്പ് എത്താനാണ് സാധ്യത. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തടസ്സമില്ലാതെ തന്നെ പെട്ടെന്ന് സന്നിധാനത്ത് എത്താൻ കഴിയും എന്നുള്ളതാണ്. തീർത്ഥാടകർക്കും നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെട്ട് നിറച്ച് രാഷ്ട്രപതി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിച്ചിട്ടുണ്ട്. 11:50 സമയമെങ്കിലും പെട്ടെന്ന് തന്നെ എത്താനാണ് സാധ്യത. എന്തായാലും സന്നിധാനത്തേക്ക് രാഷ്ട്രപതി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. അവിടുത്തെ ദർശനത്തിന് ശേഷം ഉച്ചപൂജ ആണ് പ്രധാനമായും. ഉച്ചപൂജ ദർശനത്തിന് ശേഷം ഗസ്റ്റ് ഹൗസിൽ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ശേഷം തിരികെ മടങ്ങാനുള്ള രീതിയിലാണ് ക്രമീകരിച്ചുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രപതി പമ്പയിൽ നിന്നും കെട്ട് നിറച്ച് സന്നിധാനത്തേക്ക് പ്രത്യേക ഗൂർഖ വാഹനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. മഞ്ജുഷേ, ശരി, അതായത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടത്തെത്തി അവിടെ നിന്ന് നേരെ സന്നിധാനത്തേക്ക് പോകുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റേത് ഏകദേശം 20-25 മിനിറ്റ് കൊണ്ട് സന്നിധാനത്ത് എത്താൻ പറ്റും, ഇല്ലേ ശശിനാരായണൻ? ഈ വാഹനത്തിൽ, ഇത് പ്രത്യേക വാഹനമാണല്ലോ, ഗൂർഖ എന്നുള്ള വാഹനത്തിൽ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോവുകയാണ്. കാലാവസ്ഥയും ഇന്ന് കുഴപ്പമില്ലല്ലോ അല്ലേ, അനുകൂലമാണല്ലോ അല്ലേ? മഞ്ജുഷ, തീർച്ചയായും ഒരു 20 മിനിറ്റ് 25 മിനിറ്റിനകം തന്നെ സന്നിധാനത്ത് എത്തിച്ചേരും. മറ്റ് അവിടെ എല്ലാ ക്രമീകരണങ്ങളും, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സന്നിധാനത്ത് എത്തിച്ചേരാൻ കഴിയും. നേരത്തെ തീരുമാനിച്ച പോലെ 11:50 എന്ന് പറയുമെങ്കിൽ അതിന് മുമ്പേ തന്നെ എത്താനായിരിക്കും ഒരുപക്ഷെ സാധ്യത. എന്തായാലും ഇപ്പോൾ കാലാവസ്ഥ അവിടെ മഴയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാലാവസ്ഥ അനുകൂലമാണ്. മറ്റ് കാര്യങ്ങളും കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യം ഇപ്പം സന്നിധാനത്തോ പമ്പയിലോ ഇല്ല. ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. തന്ത്രിയും മേൽശാന്തിയും സന്നിധാനത്തെത്തി 18-ാം പടി കയറി വരുന്ന സമയത്ത് തന്നെ പൂർണ്ണ കുംഭം നൽകി രാഷ്ട്രപതിയെ സ്വീകരിക്കും. അതിനുശേഷം ഉച്ചപൂജയാണുള്ളത്. ആ ഉച്ചപൂജ ദർശിക്കുക എന്നുള്ളതാണ്. ദർശിച്ചതിന് ശേഷം ഭഗവാനെ കണ്ട തൊഴുതിന്, അയ്യപ്പനെ കണ്ട തൊഴുതിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ അല്പനേരം വിശ്രമിക്കും എന്നുള്ളതാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും തിരിച്ച് അതേ വാഹനത്തിൽ തിരിച്ച് പമ്പയിലെത്തിയതിനു ശേഷം ഒരുപക്ഷെ നിലയ്ക്കൽ നിന്നോ അല്ലെങ്കിൽ പ്രമാടത്തിനോ, ഇവര് ഏതെങ്കിലും സ്ഥലം, അത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. നിലയ്ക്കൽ നിന്നായിരിക്കും, ഒരുപക്ഷെ പമ്പയിൽ നിന്ന്. കാലാവസ്ഥയുടെ അനുസരിച്ചായിരിക്കും അത്ര ഒരു തിരികെയുള്ള യാത്ര. അവിടെ നിന്നും നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനം ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെയാണ്. കാരണം ഭക്തർക്ക് ശബരിമല ദർശിക്കുക എന്നുള്ള രാഷ്ട്രപതിയുടെ വലിയൊരു ആഗ്രഹമാണ്. അത് കഴിഞ്ഞ 2 മാസം മുമ്പ് തന്നെ അറിയിപ്പ് ലഭിച്ചു. അതിന് മുമ്പേ വരുമെന്നൊരു അറിയിപ്പുണ്ടായിരുന്നു. അതിനുശേഷം മാറ്റിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഈ 22-ാം തീയതിയിലേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പ്രത്യേക വാഹനത്തിൽ, ദേവസ്വം ബോർഡ് എന്ന് വെച്ചാൽ ഗൂർഖ വാഹനത്തിൽ, അത് പ്രത്യേക സംവിധാനമൊക്കെ ഉള്ള വാഹനമാണ്. ഈ മലകയറ്റമുള്ള എല്ലാത്തിനും സൗകര്യമായി സഞ്ചരിക്കാൻ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് ആ വാഹനം ഉപയോഗിക്കുന്നത്. സന്നിധാനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ വാഹനത്തിലാണ് ആളുകളെ താഴെ എത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണ്. അതിൽ ക്രമീകരിച്ച് രാഷ്ട്രപതി ഇപ്പോൾ കെട്ട് നിറച്ച് പമ്പ ഗണപതി കോവിലിലെ മേൽശാന്തി കെട്ട് നിറച്ച് നൽകി. അതിനുശേഷം
അവിടെ തൊഴുതിന് ശേഷം വാഹനത്തിൽ കയറി ഗുരുത്വഭാരതി ഇപ്പോൾ സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുന്ന രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ സന്നിധാനത്ത് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്കറിയാം. എന്നാൽ തിരികെ വരുമ്പോൾ ഒരുപക്ഷെ നിലയ്ക്കൽ നിന്നാണോ പ്രമാണത്താണോ എന്ന കാര്യം നമുക്ക് വ്യക്തതയില്ല. രണ്ട് സ്ഥലത്തും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ നിലയ്ക്കൽ നിന്ന് തന്നെ പുറപ്പെടാനുള്ള ഹെലികോപ്റ്റർ മാർഗം തിരികെ എത്താനായിരിക്കും സാധ്യത. അതല്ലെങ്കിൽ പ്രമാണത്ത് തന്നെ വന്ന് തിരിച്ച് വീണ്ടും തിരികെ തിരുവനന്തപുരത്ത് എത്താനായിരിക്കും സാധ്യത. എന്തായാലും ഇപ്പോൾ ദർശനത്തിന് വേണ്ടി രാഷ്ട്രപതി പമ്പയിൽ നിന്നും മലയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. വലിയ രണ്ടു പ്രാവശ്യമായി ഇത്തരമൊരു ആഗ്രഹം രാഷ്ട്രപതി പറഞ്ഞതായിട്ടാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ദേവസ്വം ബോർഡ് എല്ലാ ക്രമീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അത് ആദ്യമായി ഒരു കന്യായപ്പൻ എന്ന നിലയ്ക്കാണ് രാഷ്ട്രപതി സന്നിധാനത്ത് എത്തുന്നത്. ഇതൊരു പ്രത്യേകതയുണ്ട്. അപ്പം സ്വാഭാവികമായും ദർശനം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞായിരിക്കും മലയിറങ്ങുക. ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിൽ കെട്ട് നിറച്ച് സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടത്തെത്തി അവിടെ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ യാത്ര. സന്നിധാനത്ത് പൂർണ്ണ കുംഭം നൽകി തന്ത്രി സ്വീകരിക്കും രാഷ്ട്രപതിയെ. ചരിത്രപരമായ ഒരു സന്ദർശനം കൂടിയാണ്. വി ഗിരിക്ക് ശേഷം ആദ്യമായാണ് ഒരു രാഷ്ട്രപതി സന്നിധാനത്ത് എത്തുന്നത്, ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത്. അതിനാൽ തന്നെ അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. രാവിലെ ചില സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിരുന്നു. നേരത്തെ നിലയ്ക്കലിലാണ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ മോശമായതിനാലാണ് പത്തനംതിട്ടയിലെ തന്നെ പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചത്. അവസാന നിമിഷം കോൺക്രീറ്റ് ജോലികൾ വേണ്ടി വന്നു ഹെലിപ്പാഡിൻ്റെ. അതാണ് സുരക്ഷാ വീഴ്ചയുണ്ടാക്കിയത്. കോൺക്രീറ്റ് ഉണങ്ങിയിരുന്നില്ല. അതിനാൽ രാഷ്ട്രപതി ലാൻഡ് ചെയ്ത ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ പുതഞ്ഞു. അതാണ് അല്പം ആശങ്കയുണ്ടാക്കിയത്. പക്ഷേ രാഷ്ട്രപതി ഇറങ്ങിയതിന് ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കുകയായിരുന്നു. ചക്രങ്ങൾ കോൺക്രീറ്റിൽ പുതഞ്ഞിരുന്നു. ഇതൊരു സുരക്ഷാ വീഴ്ചയായി തന്നെ കണക്കാക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് സംസ്ഥാന പോലീസ് മേധാവിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ്.